പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ടീം മീറ്റിങ്ങുകളെ കുറിച്ചാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങുകളെക്കുറിച്ച് നടത്തിയ ഒരു പഠനമാണ് ഈ എപ്പിസോഡിൻ്റെ അടിസ്ഥാനം. കൊറോണയുടെ വരവോട് കൂടിയിട്ട് ദിനംപ്രതി മീറ്റിങ്ങുകൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, പങ്കെടുക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരുന്നു. എന്നാൽ അങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മീറ്റുകൾ നടത്തിക്കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ബിസിനസ് റിവ്യൂ കണ്ടെത്തിയത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം, ഇത്തരം മീറ്റിങ്ങുകളിൽ 71% ലെസ് പ്രൊഡക്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെയുള്ള അഭിപ്രായമാണ് മൈക്രോസോഫ്റ്റിനും പറയാനുള്ളത്. മൈക്രോസോഫ്റ്റ് ഒട്ടേറെ സീനിയർ മാനേജേഴ്സ് നടത്തിയ മീറ്റിങ്ങിൽ കണ്ടെത്തിയത് ഏകദേശം 69% മീറ്റിങ്ങുകളും ലെസ് പ്രൊഡക്റ്റീവാണ് എന്നാണ്. അങ്ങനെ ലെസ് പ്രൊഡക്റ്റീവായിട്ടുള്ള മീറ്റിങ്ങുകളെ മോർ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ എങ്ങനെ ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസി ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയരെ, നിങ്ങളുടെ ടീം ലീഡർ അല്ലെങ്കിൽ മാനേജർ, അതുമല്ലെങ്കിൽ ഡയറക്ടർ വേണ്ടതിനും വേണ്ടാത്തതിനും നിരന്തരം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. ആ മീറ്റിങ്ങുകൾ നെഗറ്റീവ് ബലം മാത്രമേ പ്രദാനം ചെയ്യൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അങ്ങനെയുള്ള മീറ്റിങ്ങുകളെ പ്രതിരോധിക്കാനായിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസി തിരഞ്ഞെടുക്കേണ്ടത്. ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നും, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഫൈറ്റ് ആൻഡ് പോളിസിയുടെ ഭാഗമായിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് വെർച്വൽ മീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ എടുത്തു പറയാനുള്ളത്. അതായത്, ആദ്യത്തേത് കോസ്റ്റ് ഇഫക്റ്റീവ്. വെർച്വൽ മീറ്റിംഗ് എപ്പോഴും കോസ്റ്റ് ഇഫക്റ്റീവാണ്. കാരണം നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ അക്കോമഡേഷൻ തപ്പേണ്ട ആവശ്യമില്ല, ഫുഡ് കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ് എന്നുള്ളത് ഉറച്ച കാര്യമാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം സേവിംഗ് ആണ്. അതായത്, യാത്രയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ട, മറ്റൊരുക്കങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ട, വീട്ടിലിരുന്ന്, നിങ്ങളുടെ സ്റ്റഡി റൂമിലിരുന്ന് അല്ലെങ്കിൽ ലിവിങ് ഹാളിലിരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. അതായത്, ലോകത്തിലെ പല വലിയ മീറ്റിങ്ങുകളിലും ആളുകൾ വന്നെത്തുന്നത് ഒന്നുകിൽ ഫ്ലൈറ്റ് പിടിച്ച്, അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച്, അല്ലെങ്കിൽ കാറ് കയറിയാണ്. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാർബൺ എമിഷനോ പൊല്യൂഷനോ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ അഡ്വാൻറ്റേജസിനേക്കാൾ ഉപരി ഒട്ടേറെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഓൺലൈൻ മീറ്റിങ്ങുകൾക്കുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ലാക്ക് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലാണ് നിങ്ങൾ ഒരാളുടെ എക്സ്പ്രഷനും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും മനസ്സിലാക്കുന്നത്. ബോഡി ലാംഗ്വേജിന് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ 58% പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഓൺലൈൻ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എക്സ്പ്രഷനോ ബോഡി ലാംഗ്വേജോ തിരിച്ചറിയാൻ കഴിയില്ല. പലരും ക്യാമറ ഓഫ് ചെയ്തിട്ടായിരിക്കും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് പുനർചിന്തനം ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം എല്ലാവരും പൂർണ്ണമായിട്ടുള്ള മനസ്സമ്മതത്തോടെ ആയിരിക്കില്ല ആ മീറ്റിങ്ങിലെ തീരുമാനങ്ങളെ പിന്താങ്ങുന്നത്. നമുക്ക് എക്സ്പ്രഷനൊന്നും അറിയാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ലെസ് കോൺസെൻട്രേഷനാണ്. അതായത്, ഫേസ് ടു ഫേസ് മീറ്റിംഗ് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കോൺസെൻട്രേഷൻ ആയിരിക്കും ഓൺലൈൻ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുക. ആളുകൾ കൂടുന്തോറും അത് കൂടുതൽ കുറഞ്ഞു വരും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ആണ്. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഓൺലൈൻ മീറ്റിങ്ങിനെ ബാധിക്കും. വീട്ടിലിരുന്നാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ കുട്ടികളുടെ കരച്ചിലാവാം, അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ളവരുടെ സംഭാഷണങ്ങളാവാം, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദമാവാം. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം. നാലാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ചാൻസസ് ഫോർ ഹാക്കിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങളുടെ മീറ്റിംഗ് പ്രോഗ്രാം ഹാക്ക് ചെയ്യപ്പെടാം. അങ്ങനെ വരുമ്പോൾ
നിങ്ങളുടെ മൊത്തത്തിൽ പ്ലാൻ തകർന്നു പോകും. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിഫ്യൂസൽ ഓർ റിജക്ഷൻ ഓഫ് ഇമോഷണൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വെർച്വൽ മീറ്റിങ്ങിൽ ഇമോഷണൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രൈവസി ആവശ്യമാണ്. മീറ്റിങ്ങുകളുടെ ഇത്തരം പരിമിതികളെ മറികടക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഫൈറ്റ് ആൻഡ് യുണൈറ്റ് എന്ന ആശയത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവുക. ഏത് മീറ്റിങ്ങിനും ഈ ആശയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഓഫ്ലൈൻ മീറ്റിങ്ങിനും ഉപയോഗപ്പെടുത്താം, ഓൺലൈൻ മീറ്റിങ്ങിനും ഉപയോഗപ്പെടുത്താം. എന്തൊക്കെയാണ് ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസിയിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഫിക്സ് യുവർ ടൈം ഓഫ് മീറ്റിംഗ് പെർഫെക്റ്റ്ലി എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് മീറ്റിങ്ങിൻ്റെ സമയം ഉറപ്പിക്കുക. ആ സമയത്തിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സമയത്തിൻ്റെ പുറത്ത് പോകാൻ പാടില്ല. 45 മിനിറ്റ് ആണെങ്കിൽ 45 മിനിറ്റ്, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 1.25 ആണെങ്കിൽ 1.25. എപ്പോഴും പറയുന്നത് വളരെ ഹെൽത്തി മീറ്റിങ്സിന് മാക്സിമം 1 മണിക്കൂറാണ് നല്ല സമയം എന്നാണ്. രണ്ടാമത്തെ പോയിൻ്റ് ഫിക്സ് അജണ്ട ഫോർ യുവർ മീറ്റിംഗ് എന്നതാണ്. അജണ്ട ഇല്ലാതെ മീറ്റിംഗ് ടേബിളിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ പോകുമ്പോഴാണ് കുറേ മണിക്കൂർ ഇരിക്കേണ്ടി വരുന്നത്. മണിക്കൂറിലൊന്നും തീരുമാനമാവില്ല, വീണ്ടും അടുത്ത ദിവസം മുഴുവൻ ഇരിക്കേണ്ടി വരും തീരുമാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫിക്സ് അജണ്ട ഫോർ യുവർ മീറ്റിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അറേഞ്ച് എ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഇൻ യുവർ മീറ്റിംഗ്. അതായത് എല്ലാവർക്കും അവരുടെ ഐഡിയാസ് തുറന്നു വയ്ക്കാനുള്ള അവസരം കൊടുക്കുക. അങ്ങനെയുള്ള ഐഡിയാസ് മുഴുവൻ നിങ്ങൾ കേൾക്കുക, എല്ലാവരും കേൾക്കുക. ആ ഐഡിയാസ് നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം, ബ്ലണ്ടറായിരിക്കാം. വളരെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഒരു ക്രിറ്റിസിസവും കൂടാതെ എല്ലാ ഐഡിയാസിനെയും നിങ്ങൾ സ്വാഗതം ചെയ്യുക. അവസാനം മാത്രം അത് ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനാണ് ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലിസൺ ടു എവ്രിബഡി ഇൻക്ലൂഡിങ് മൈനോറിറ്റീസ് എന്നുള്ളതാണ്. അതായത് എല്ലാവരെയും കേൾക്കുക. എല്ലാ കോണറിൽ നിന്നുള്ള ശബ്ദവും നിങ്ങൾ കേൾക്കണം. എസ്പെഷ്യലി മൈനോറിറ്റീസ്. പല മീറ്റിങ്ങുകളിലും മൈനോറിറ്റീസിനെ തള്ളിക്കളയാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ മൈനോറിറ്റീസിനെ കേൾക്കൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മൈനോറിറ്റീസ് നിന്നായിരിക്കും പലപ്പോഴും വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക. ആ ആശയങ്ങളായിരിക്കും നിങ്ങളെ പലപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. അതുകൊണ്ട് ലിസൺ ടു എവ്രിബഡി ഇൻക്ലൂഡിങ് മൈനോറിറ്റീസ് എന്നുള്ളത് വളരെ പ്രധാനം. ഇനി ഞാൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് ഫീൽ ഫ്രീ ടു ഫൈറ്റ് ലൈക്ക് എനിത്തിങ്. എണീറ്റ് നിന്ന് യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അതായത് നിങ്ങൾ മീറ്റിംഗ് റൂം ടോട്ടലി ഡിബേറ്റബിളാക്കി മാറ്റണം. ആ ഡിബേറ്റിൽ നിങ്ങൾ എടുത്തു വയ്ക്കുന്ന പോയിന്റുകൾ വെച്ചുകൊണ്ട് ഫൈറ്റിംഗ് ഉണ്ടാവാം, അപ്രൂവൽ ഉണ്ടാവാം, ഡിസപ്രൂവൽ ഉണ്ടാവാം, റിജക്ഷൻസ് ഉണ്ടാവാം, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാം. എന്തുണ്ടായാലും പ്രശ്നമില്ല. മീറ്റിംഗ് ശബ്ദായമാനമായിട്ട് മാറട്ടെ, മീറ്റിംഗ് റൂം പ്രകമ്പനം കൊള്ളട്ടെ നിങ്ങളുടെ ആശയങ്ങളെ കൊണ്ട്. അങ്ങനെ തമ്മിലടിക്കുന്നത് ആശയപരമായിട്ടുള്ള തമ്മിലടിയാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടോ ഫിസിക്കലായിട്ടോ ഉള്ള തമ്മിലടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് ഫോം ചെയ്യപ്പെടുക. ആ ഫൈറ്റിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്ന ഡിസിഷൻസ് പാലിക്കാൻ എല്ലാവരും തയ്യാറാവും. അവിടെയാണ് യൂണിറ്റിയുടെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഈ പോളിസിയെ പറയുന്നത് ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസി എന്ന്. മീറ്റിംഗ് റൂമിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതിന് മുമ്പ് 100% പറഞ്ഞ സമയത്തിനുള്ളിൽ തീരുമാനം എടുത്തിരിക്കും എന്നുള്ളതാണ് ഈ പോളിസിയുടെ സവിശേഷത. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഫൈറ്റ് ആൻഡ് യുണൈറ്റ് പോളിസി സ്വീകരിച്ചുകൊണ്ട് കമ്പനികളുടെ മീറ്റിംഗ് നടത്തി മുന്നോട്ട് പോകുന്നവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല പെർഫോമേഴ്സായിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് ബിസിനസ് റിവ്യൂ കണ്ടെത്തിയത്. ഇപ്പോൾ ഫൈറ്റ് ആൻഡ് യുണൈറ്റ് എന്ന പോളിസിയുടെ സാങ്കത്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ വീഡിയോ തൽക്കാലമായിട്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഇപ്പോൾ തൽക്കാലം വിടാം. ഞാൻ P.manikandhan, മണികാന്തൻസ് ക്രിയേഷൻസ്.